ലില്ലിക്കുട്ടിയെ, എടി ലില്ലിക്കുട്ടി, ഒന്നിങ്ങ് വന്നേടി. എന്നാ ചായ? ലില്ലിക്കുട്ടി എന്റെ ആകെ ഉള്ള ഒരേ ഒരു പെങ്ങളാ. അവളാണ് ഈ കാണുന്ന എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. അപ്പനും അമ്മയും ഇല്ലെങ്കിലും അവക്ക് ഞാനാ സ്വന്തം അപ്പനും അമ്മയും ഒക്കെ. എടി കൊച്ചെ, ഒന്നും ഇങ്ങോട്ട് വരാനേ. ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടിയോ നീ തൊടുതോടെ തൊടുക്കുന്നു. അച്ഛാ എന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ അച്ചായിൽ നിന്ന് 3 ഷാപ്പ് കൂടി ലേലത്തിൽ പിടിച്ചടി. ആണോ? ആ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഇവളെ കാരണമാണ് ഈ എല്ലാ ഐശ്വര്യം എനിക്കുണ്ടായത്. എല്ലാ ഐശ്വര്യത്തിനും ഞാനാന്ന് പറയും, എന്നിട്ട് ഇന്ന് കൈനീട്ടം വാങ്ങിക്കാതല്ലേ പോയത്? അയ്യോ സോറി 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 സോറി. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചി കിടന്ന് നല്ല ഉറക്കാലായിരുന്നോ? അതല്ലേ അച്ചായൻ വിളിക്കാതെ പോയേ. വിഷമിക്കണ്ട, ആ കൈ നീട്ടി ഇപ്പൊ ഇങ്ങോട്ട് തന്നേക്ക്. കണ്ണു നടച്ചേ. ആ എന്റെ കർത്താവേ, ഒലിപ്പിച്ചേക്കണേ. ഹലോ, ആണോ? ദൈവമേ, ചതിച്ചാ. എന്നാ ചായ? എടീ, നമ്മൾ 5 ഷാപ്പ് എക്സൈസുകാര് പൂട്ടിച്ചടി. നിന്റെ കയ്യിൽ കിട്ടത്തില്ല കോണം. അങ്ങനെ പറയരുത്. അച്ചായനല്ലേ എപ്പോഴും പറയുന്നത്, നീ ജനിച്ച അന്ന് തൊട്ട് എനിക്കുണ്ട് ഐശ്വര്യങ്ങളാ, ഞാൻ ലക്ഷപ്രഭു ആയത് അങ്ങനെയാണെന്ന്. അതിനു മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു. തലവട്ടം കണ്ട പിന്നെയാണ് ഞാൻ ലക്ഷപ്രഭു ആയത്. അച്ചായ അങ്ങനെ പറയരുത്. എനിക്ക് അച്ചായനെ എന്തോരം ഇഷ്ടമാന്നുള്ള ഒരു അച്ചായൻ അറിയാമോ? എനിക്കിപ്പോ എക്സാം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് പഠിക്കണമെങ്കിൽ പോലും അച്ചായൻ കൂടെ ഉണ്ടെങ്കിലേ ഒരു ഉഷാറുള്ളൂ. പഠിക്കുമ്പോ നിന്റെ അടുത്തിരിക്കാൻ ഞാൻ ലേബറിന്റെ. ഞാൻ ഇവിടെ വളർത്താൻ വേണ്ടി എന്തെല്ലാം പണികൾ എടുത്തു എന്ന് പറയാമോ? തെങ്ങ കയറാൻ പോവും, അടയ്ക്കാമരം കയറി അടയ്ക്ക പറിക്കാൻ പോവും. അന്നേരം എന്റെ ഒരു പാക്കാട്ടം ഉണ്ട്. പാക്കാട്ടം. അതേന്നേ, നമ്മൾ ഈ ഒരു അടയ്ക്കാമരത്തേക്ക് ഇങ്ങനെ ആടി തൂങ്ങിയാണല്ലോ അപ്പുറത്തെ അടയ്ക്കാമരത്തിലേക്ക് പിടിക്കണത്. ഒരു ദിവസം എനിക്ക് പിടിക്കാൻ കയ്യെത്തിയില്ല. ഈ വന്ന ആയത്തിൽ നേരെ റിട്ടേൺ ധരിച്ച ആകാശത്തേക്ക്. അന്നേരം ഓപ്പോസിറ്റ് വന്ന് ഒരു കാക്ക പറയാ, ഹായ് ബ്രോ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ. അതിനും മാത്രം കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ വളർത്തിയത്. പിന്നെ ഇന്നേ വരെ ഒരു ചെറുക്കന്റെ മുഖത്ത് പോലും എന്റെ കൊച്ചു നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെയാ വളർത്തി വെച്ചാണ്. കാരണം എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഇവക്കടെ മൊബൈല് പോലും ഞാൻ ചെക്ക് ചെയ്യാറേ ഇല്ല. അച്ചായ, ഞാൻ ഒരാളുമായിട്ട് പ്രേമത്തില. ഈ നീളത്തില് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചാ ഒറ്റ ഡയലോഗോടെ തീർന്നു. ആരുടെ അവൻ? അത് കല്ലുപുരയ്ക്കൽ ജോമി. പുല്ല് പറിക്കാൻ പോണ ജോഡിയാ. പുല്ല് പറിക്കാൻ പോകുന്ന ജോമി അല്ലെന്ന്, കല്ലുപുരയ്ക്കൽ ജോമിച്ചൻ. എടി, അവൻ ഇവിടെ ഒന്ന് നിന്നെ കെട്ടാൻ എന്താണ് യോഗ്യത? എല്ലാ യോഗ്യതയുണ്ട്. എന്നാ യോഗ്യത? 500 റബ്ബർ മരം ഒറ്റയടിക്ക് ഒറ്റയ്ക്ക് വെട്ടുന്ന ആള്. ആ വെട്ടിയ മരത്തിന്റെ പാലെടുത്ത് ഒരയൊരിച്ച് ഷീറ്റ് അടിക്കുന്ന ആള്. പാതിരാത്രി ആകുമ്പോ ആ ഷീറ്റ് എല്ലാം കൂടെ വാരി കൂട്ടി മോട്ടിച്ചോണ്ട് പോകുന്നത്. ഈ തെലുങ്ക് പടത്തിലെ നായകന്റെ ഇൻട്രോ പറഞ്ഞാണോ ജോമിനെ പറ്റി പറഞ്ഞാണ്? ഞാൻ ജോമിച്ചനെ പറ്റി പറഞ്ഞ അത്രയും ഗുണഗണങ്ങളൊക്കെ മതി. ഓ, അല്ല, അത് ജോമിച്ചൻ ജോമിച്ചൻ കഷ്ട. അച്ചായ ഒന്നും പറയരുത്. അച്ചായന് ഭയങ്കര ഇഷ്ടമാ ജോമിച്ചന്. ദൈവങ്ങളുടെ സ്ഥാനത്ത് അച്ചായനെ കാണുന്നത്. ഫോൺ എടുത്താലും ഒന്നും പറയല്ലേ അച്ചായ. അയ്യോ, സ്പീക്കറിലോ? ഹലോ ഹലോ. എടി, നിന്റെ അച്ചാനെന്ന് പറയുന്ന മരവാഴ ഉണ്ടോടി അവിടെ? ഏത് ദൈവാടി മരവാഴയുടെ അടക്കെ പോയിരിക്കണത്? ജോമിച്ചോ, ഇത് സ്പീക്കറിലാന്ന്. ഹലോ അച്ചായ. അച്ചായനല്ലടാ, മരവാഴ. അച്ചായന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് അവളടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഞാൻ കേട്ടു. നീ എവിടെ നിൽക്കണു? ഞാൻ ടൗണില്. ചുമ്മാ ചായ, എന്നെ കാണാൻ വേണ്ടി ഈ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ വന്നിപ്പോട്ട്. എടാ, ആ ഗേറ്റിൽ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് കയറുവാ. ഇനി ചോദിക്കാനുള്ളതൊക്കെ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും. ഹലോ ഹലോ. യു എന്റെ ദൈവമേ, ഇപ്പൊ ജോമിച്ചൻ കയറി വരും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന്? ഇത്രയും ധൈര്യമോ ഈ അച്ചായനുള്ളപ്പോ ഇങ്ങോട്ട് കയറി വരാനായിട്ട്? ഈ ജോമിച്ചൻ ലില്ലിക്കുട്ടിയെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ലില്ലിക്കുട്ടിയുടെ കഴുത്തിൽ ജോമിച്ചൻ താലി കെട്ടിയിരിക്കും. അതിനുള്ള ട്രിക്കുമായിട്ടാണ് ജോമിച്ചൻ വന്നേക്കുന്നത്. എന്ത് ട്രിക്ക്? നിന്റെ അച്ഛനെതിരെ ഉള്ള ഒരു ഗുണ്ട് എന്റെ കയ്യിലുണ്ട്. എന്റെ ദൈവമേ, എന്റെ അച്ഛനെ ഗുണ്ടെറിഞ്ഞു കൊല്ലാൻ ഗുണ്ടെറിഞ്ഞ് നീ ആരോട് ഞാൻ ഇത് പറയുന്നത്? ഈ ബുദ്ധിയില്ലാത്ത നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ആ മനുഷ്യന്റെ അടുത്താണ്. അച്ചായനോടോ? അച്ചായ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്ക് ലില്ലിക്കുട്ടിയെ ഇഷ്ടമാണ്. കെട്ടിച്ചു തരണം. കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് പോകും. ഈ വീട്ടിൽ നിന്ന് ഇവിടെ വിളിച്ചോണ്ട് പോകും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ ഇരട്ടക്കുഴൽ തോക്ക പറയും. അയ്യോ, ഒന്നും ചെയ്യല്ല അച്ചായ. കട്ടപ്പനയിൽ റേഞ്ച് പിടിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? പോയിട്ടുണ്ട്. അതിന് ആ റേഞ്ച് പിടിക്കുന്നതിൽ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കമുകിൽ കെട്ടിയിട്ട് ഓർമ്മയുണ്ടോ? കമുകേലല്ല, തെങ്ങേല്. അപ്പോ ഈ സ്ത്രീയെ ഓർമ്മ കാണും. ഈ സ്ത്രീ
മേഴ്സി. എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ കാമുകയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങളായിരുന്നു മേഴ്സി. എന്നാ എന്റെ കുഞ്ഞമ്മയാണ് ഈ മേഴ്സി. എന്റെ ബന്ധുവാണോ? എന്റെ ബന്ധുവാണ്. ബന്ധുക്കൾ ശത്രുക്കൾ, ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ആ. എന്റെ പൊന്നുമോനെ, ഒരു കാര്യം ഞാൻ പറയാം, നീ ചതിക്കരുത്. ചതിക്കും ചതിക്കരുത്. ചതിക്കും. എടാ, ആ, എന്റെ പൊന്നുമോനല്ലേ, പറ. ചെറിയൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനിപ്പോ ഈ കിട്ടിയ കാര്യം ഇവള് അറിഞ്ഞാലേ അവള് വിചാരിക്കും ഞാൻ അവളെ ചതിച്ചെന്ന്. ചതിക്കും. അവക്കടെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഞാൻ കല്യാണം കഴിക്കുന്ന അവള് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അച്ചായൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഞാൻ മാസത്തില് ഞാൻ റേഞ്ച് എടുക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കാൻ പോകുന്നത്. എന്റെ മക്കളിത് പറയരുത്. പറയും. പറയോ? പറയും. നീ കാണിക്കോ? കാണിക്കും. കാണിക്കോ? കാണിക്കും. കാണിച്ചാ നിന്നെ ഞാൻ കാണിച്ചതാണോ? കാണിച്ചു തരൂ. കാണിച്ചു തരൂ. എന്നാ പിന്നെ അറിയണോ? ആ. ലില്ലിക്കുട്ടി, അയ്യോ. ലില്ലിക്കുട്ടി. അയ്യോ, എന്തുവാ ഇവിടെ ഒരു ബഹളം? എന്തോ അത് കെട്ടിച്ചു തരാം. അച്ഛാ ഇപ്പൊ എന്തോ പറഞ്ഞേ? ആ കല്യാണം, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്താൻ തീരുമാനിച്ചു. നടത്തി തരുമോ? ആ. അയ്യോ, അച്ഛാ, ഇത് എത്ര പെട്ടെന്ന് ഈ സ്വഭാവം ഇങ്ങനെ മാറിയേ? എന്ത് ചെയ്യാ, അച്ചായന്റെ തലാവിന്റെ കക്ഷത്തിലായി പോയില്ലേ? അല്ല അച്ചായനെ കടുപ്പത്തിലൊരു ചായ കുടിച്ചേച്ചു വരാം. ഓക്കെ ഓക്കെ. എന്റെ ജോമിച്ച, എത്ര വർഷം കൊണ്ടുള്ള നമ്മുടെ പ്രണയമാ. അച്ഛന്റെ കല്യാണത്തിന് സമ്മതിച്ച് ഈ മെരുങ്ങാത്ത കാട്ടുകുതിര എങ്ങനെ മെരുക്കി? മെസ്സി എന്നൊരു മൂക്ക് കയറിട്ടാണ് ഞാൻ നിന്റെ അച്ഛനെ മെരിക്കുന്നത്. എന്തൊരു കയറ്? അതങ്ങനെ ഒരു കയറുണ്ട്, അത് വിട്. ഇനി എനിക്ക് ഒളിച്ചും പാത്തും പതുങ്ങി എന്റെ മുത്തിനെ കാണാൻ വരാലോ, എന്റെ ലില്ലിക്കുട്ടിയെ കാണാൻ വരാലോ. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ, മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ, ഒന്നു കണ്ടോട്ടെ ഞാൻ, മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാണഴകേ, നിറവാർ മഴവിൽ ചിറകേ, നിലവിൽ വിരിയും നിലവേ. ലില്ലിക്കുട്ടിയെ എന്തുവാ കേറിപ്പോടിയാത്ത് ഇപ്പഴല്ലേ അച്ഛൻ പറഞ്ഞ എന്നെ കെട്ടിച്ചു കൊടുക്കാന്ന്? അത് ഞാൻ മാറ്റി കളഞ്ഞു. എന്തിനു മാറ്റി കളഞ്ഞു? ഇറങ്ങിപ്പോടോ. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് പാട്ടും ഡാൻസും കൂത്തും കളിച്ചത്. ഈ കല്യാണം നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് പോവും. നീ പോവൂല. നീ പോയാ നീ എത്ര വരെ പോവും? കാണിച്ചു തരാം. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? അതൊക്കെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. അതൊക്കെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ ഉറപ്പാണ്? ഉറപ്പ്. എനിക്കറിയാം അച്ചായ നിങ്ങൾ ഇങ്ങനെ ഒരു നാറി കളി കളിക്കൂന്ന്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി മെയിലിൽ കിടപ്പുണ്ട്. എവിടെ? എന്റെ മെയിലുണ്ട്. സത്യം? സത്യമായിട്ട് മെയിലുണ്ട്. അമ്മ സത്യം പറഞ്ഞേ. അമ്മ സത്യമായിട്ട് എന്റെ മെയിലുണ്ട്. ഞാൻ അവളെ കാണിക്കും. എന്നാ പിന്നെ ഇതിനെ വിളിച്ചുകൊണ്ട് വല്ല ചെന്നൈ മെയിലിൽ കയറ്റിക്കൊണ്ട് പോടാ. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഫിക്സ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.